വെൽക്കം ടു കോലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് KCS അമെൻമെൻറ്റ് ആക്ട് 2023 ആണ്. അതായത് KCS 1969 എന്ത് ചെയ്തു, അമെൻഡ് ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഭേദഗതികൾ വന്നു. ഇങ്ങനെ വരുമ്പോൾ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. പഴയതിന് ഇനി യാതൊരുവിധ വാലിഡിറ്റിയും ഇല്ല, പുതിയതാണ് ഇനി തൊട്ട് ആപ്ലിക്കബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് അറിയാവോ എന്ന് അവർ ഉറപ്പുവരുത്തും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സെക്ഷൻ 1ഉം 2ഉം ആണ്. അതിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ PYQ ഡിസ്കഷനും ഉണ്ടാവും. അതും നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. നോക്കൂ, KCS ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് KCS ആക്ട് ആസ് KCS അമെൻമെൻറ്റ് ആക്ട് 2023 എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്താണ്? ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് അമെൻമെൻറ്റ്. അമെൻമെൻറ്റ് എന്ന് പറയുന്നത് നിയമത്തിൽ എന്താണ്, ഈ നിയമം പഠിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് അമെൻമെൻറ്റ് വരിക അല്ലെങ്കിൽ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്റ്റ് ചെയ്യുക. നിലവിലുള്ള നിയമത്തെ ഒന്നുകിൽ വെട്ടിക്കുറയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക. ഇതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് അമെൻമെൻറ്റ്? ഒന്നെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്തിനെ ബാധിക്കും? നമ്മുടെ നിയമത്തിനെ ബാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അത് കൂട്ടിച്ചേർക്കുന്നതാകാം, നിലവിലുള്ള നിയമത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതാകാം, അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റുന്നതാകാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 എന്ന് പറയും. ഇത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 7/6/2024 എന്നാണ്. 7/6, അതായത് ജൂൺ 7, 2024 ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത്. ഇത് The bill was as passed by the Legislative Assembly received the assent of the governor. അതായത് ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാക്കിയത്, അത് ഗവർണർ സൈൻ ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 26, 2024 ഏപ്രിൽ 26, 2024 എന്ത് ചെയ്തു? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ ബില്ല് പാസ്സാക്കി. അതിനുശേഷം ഒഫീഷ്യൽ ഗസറ്റിൽ എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് ജൂൺ 7, 2024 ഓർത്തു വെക്കുക. ജൂൺ 7, 2024. ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ എഴുതി ചേർക്കണം. ഒഫീഷ്യൽ ഗസറ്റിൽ വന്നത് ജൂൺ 7, 2024. ഇനി നമുക്ക് നോക്കാം. അടുത്ത പേജ് നിങ്ങൾ നോക്കണം. ആ പേജിൻ്റെ ഫസ്റ്റ് ഉണ്ട്. ഏതാണ്ട് 56 മാറ്റങ്ങളാണ് നമ്മുടെ KCS അമെൻമെൻറ്റ് ആക്റ്റിൽ വന്നത്. ഇതിൽ തന്നെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആമുഖമാണ് അല്ലേ? ആമുഖം എന്നാണ് പ്രിയാമ്പിളിൻ്റെ മീനിങ്. ഫസ്റ്റ് സെക്ഷൻ 1 എന്ന് പറയുന്നത് നമ്മുടെ KCS ആക്റ്റിൽ എത്ര സെക്ഷനുണ്ട്? 110 സെക്ഷനുണ്ട്. ഈ 110 സെക്ഷനിൽ 56 സെക്ഷനോളമാണ് മാറിയത് അല്ലേ? പകുതിയോളം മാറി. അപ്പോൾ നമ്മൾ അത് ഇത്രയും പഠിക്കണ്ടേ? അപ്പോൾ സെക്ഷൻ 1ൽ മാറ്റമൊന്നുമില്ല. സെക്ഷൻ 1 നിങ്ങളൊരു നിയമം എടുത്താലും അതിൻ്റെ സെക്ഷൻ 1ൽ പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻ്റ് ആണ്. അതിൻ്റെ തലക്കെട്ടും അതെന്ന് പ്രാബല്യത്തിൽ വന്നു എന്നൊക്കെ പറയുന്നതാണ്. അതിന് മാറ്റമൊന്നുമില്ല. മാറ്റം വന്നത് രണ്ടാമത്തെ സെക്ഷനിൽ നല്ലതുപോലെ മാറ്റം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കുറേ ടേമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യും. അതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പാക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. രജിസ്ട്രാർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. അല്ലെങ്കിൽ കേരള ബാങ്ക്, അല്ലെങ്കിൽ ഫെഡറൽ സൊസൈറ്റി, അല്ലെങ്കിൽ ഓഡിറ്റിങ്, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെ പല പല ടേമുകളെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെക്ഷനാണ് എന്ത്? സെക്ഷൻ 2 എന്ന് പറയുന്നത്. നോക്കൂ, നമുക്ക് ഇത് തന്നെ വായിച്ചു പോകാം. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 2 എന്താ പറയുന്നത്? ഇൻ സെക്ഷൻ 2 ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അതിനെ നമ്മൾ ഇപ്പോൾ KCS ആക്ട് 1969 നമ്മൾ ആക്ട് 21 ഓഫ് 1969 എന്ന് പറയും. എന്ത് പറയും? ആക്ട് 21 ഓഫ് 1969 എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് കുറേ സെക്ഷൻസ് ഉണ്ട്. കുറേ ടേമുകൾ ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ സെക്ഷൻ 2A എന്തിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്ത്? അപ്പെക്സ് സൊസൈറ്റി. സെക്ഷൻ 2AA എന്താണ്? അസിസ്റ്റഡ് സൊസൈറ്റി. പിന്നെ സെക്ഷൻ 2AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇങ്ങനെ ഒട്ടനവധി ടേമുകളെ സെക്ഷൻ 2ൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ഭേദഗതി വന്നത് ഏതിനാണ്? ഇൻ ക്ലോസ് AB. എന്താണ്? AB. സെക്ഷൻ 2ABയിൽ കുറച്ച്
ചേഞ്ചസ് വന്നു. ദ ഫോളോയിങ് സെൻറ്റൻസ് ഷാൾ ബി ആഡഡ് അറ്റ് ദ എൻഡ്. താഴെ പറയുന്ന സെൻറ്റൻസുകൾ ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്തു. അപ്പോൾ എന്താണ് ചെയ്തത്? ആഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവിടെയും ഇവിടെയും നോട്ട് ഇരുന്നിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇത് PDF നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഡൗട്ടുള്ളത്, ഇത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ നോട്ട്സുകൾ. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ക്ലോസുകൾ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറയുമ്പം നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. അല്ലെങ്കിലും നിയമം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സൈഡിൽ ഒരുപാട് സ്ഥലമുണ്ട്, അവിടെ തന്നെ നിങ്ങൾ എഴുതി ചേർക്കുക, അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു PDF നിങ്ങളുടെ കയ്യിലിരിക്കും. നിങ്ങൾക്ക് അമെൻമെൻറ്റ് തിരക്കി വേറെ എവിടെയും പോകണ്ട. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. അല്ലാതെ അവിടെയും ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. പിന്നെ ഇത് പഠിച്ച് പക്കയാക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പം അത്രയും നമ്മളുടെ മുന്നിൽ സമയമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി പ്രവേശിക്കണ്ടേ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇൻ ക്ലോസ് AB എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2AB മാറ്റം വന്നു. അപ്പോൾ സെക്ഷൻ 2AB എന്തിനെക്കുറിച്ച് പറയുന്നതാണ്? ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷനാണ് എന്ത്? സെക്ഷൻ 2AB എന്ന് പറയുന്നത്. ഇതിൽ ഫോളോയിങ് സെൻറ്റൻസ്, താഴെ പറയുന്ന സെൻറ്റൻസ് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. എന്താണ് ആ സെൻറ്റൻസ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡേറ്റ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട് ആർ കമ്പ്യൂട്ടറൈസ്ഡ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്സ് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിരിക്കുന്ന സൊസൈറ്റികളെ സംബന്ധിച്ച്, കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിരിക്കുന്നത്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? മാനുവലല്ല, എല്ലാം കമ്പ്യൂട്ടർ വഴി ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിരിക്കുന്ന സൊസൈറ്റികളെ സംബന്ധിച്ചിട്ട് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിലൂടെ എന്ത് ചെയ്യുക? അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുക. പിന്നെ ഓഡിറ്റ് ചെയ്യുക, ഇൻഫർമേഷൻ സിസ്റ്റം അനുസരിച്ച് എന്ത് ചെയ്യുക? ഓഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ എന്ത് ചെയ്യുക? മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെക്ഷൻ 2AB കൂട്ടിച്ചേർത്തത്. എന്താണ്? അക്കൗണ്ടുകൾ കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ മുഖേനയുള്ള ഒത്തുനോക്കലും ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഓഡിറ്റ് ചെയ്യലും ഡേറ്റ മൈഗ്രേഷനും ഇതിൽ ഉൾപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ പക്കാ മലയാളം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഇത് കൂടുതലും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കള്ളക്കളികൾ, അല്ലെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യുക, തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ സഹകരണ മേഖലയിൽ നടക്കുന്നു. അപ്പം ഇതെന്ന് പറയുന്ന മാനുവലാകുമ്പോൾ കൂടുതലും അവിടെ എന്ത് വരുന്നുണ്ട്? ഫ്രോഡ് ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ. അപ്പോൾ എല്ലാം അങ്ങ് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓൺലൈൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധി വരെ നമുക്ക് ഫ്രോഡ് തടയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി നമ്മുടെ സൊസൈറ്റികൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അപ്പോൾ ഇവിടെ പറയുന്നത് നിലവിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റികളെ സംബന്ധിച്ചിട്ട് എല്ലാം വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എല്ലാം ഏത് വഴി നടത്തണം എന്നാണ് പറയുന്നത്? സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് വഴിയും, പിന്നെ ഓഡിറ്റിംഗ് നടത്തുന്നതും എന്തിൻ്റെ സഹായത്തോടു കൂടി? ഓഡിറ്റിംഗ് നടത്തുന്നതും ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയും, അല്ലെ ഡേറ്റ മൈഗ്രേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഈ സെക്ഷൻ 2AB പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2AB ഏതാണ്? ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചേർത്തു? ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അക്കൗണ്ട്സ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ വഴി ഒത്തുനോക്കണമെന്നും ഇൻഫർമേഷൻ സിസ്റ്റവും മൈഗ്രേഷൻ ഓഫ് ഡേറ്റയും ഒക്കെ ഓഡിറ്റ് ചെയ്യണമെന്നുമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി ആഫ്റ്റർ ക്ലോസ് AC ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി ഇൻസേർട്ടഡ്. അപ്പം നമ്മൾ AB പഠിച്ചു. AB പഠിച്ചിട്ട് AC ഉണ്ട്. AC കഴിഞ്ഞിട്ട് പിന്നെ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു. ഇൻസേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നിലവിലില്ലായിരുന്നു. മറ്റേന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ നിലവിൽ എന്തോ ഉണ്ട് അതിൻ്റെ കൂടെ അവർ ആഡ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ ഇൻസേർട്ട് ചെയ്തെന്ന് വെച്ചാൽ പുതിയതായിട്ട് കൊണ്ടുവന്നു. ഇത് നമ്മുടെ JCക്ക് എന്തോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. JCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏത്? സെക്ഷൻ 2AD പുതുതായിട്ട് കൊണ്ടുവന്നേ, നിലവിലില്ലായിരുന്നേ. ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ റൗണ്ട് ചെയ്ത് വെക്കുക. പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ കൊണ്ടുവന്നത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. കാരണം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് JCക്ക് ചോദിച്ചത്. JCക്ക് 2 or 3 അമെൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു സെക്ഷൻ 2AD. ഏതാണത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്?
നോക്കൂ, മീൻസ് എ ക്ലോസ് അസസ്മെൻറ്റ് ഓഫ് ഓൾ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഇപ്പം നമുക്ക് ഫിനാൻഷ്യൽ ഓഡിറ്റും ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കമ്പനികളെയൊക്കെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് നമ്മുടെ സൊസൈറ്റിയിൽ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എന്താണ്, നമ്മുടെ മാനേജിങ് കമ്മിറ്റി കറക്റ്റ് ടേം ഓഫ് ഓഫീസ്, മാനേജിങ് കമ്മിറ്റിയുടെ ടേം ഓഫ് ഓഫീസ് എത്രയാണ്? 5 വർഷമല്ലേ? അപ്പോൾ ഈ 5 വർഷത്തിന് ശേഷവും അവർ തുടരുന്നുണ്ടോ? കറക്റ്റാണോ അവരുടെ ടേം ഓഫ് ഓഫീസ്? പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടോ? അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ട് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കറക്റ്റ് സമയത്ത് അവർ കൂടുന്നുണ്ടോ? പിന്നെ റൂൾസിനും റെഗുലേഷൻസിനും ബൈലോസിനും അനുസരിച്ചിട്ടാണോ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള ഓഡിറ്റാണെന്ത്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണപരമായിട്ടുള്ള ഭരണം എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പോൾ ഭരണപരമായിട്ടുള്ള ഓഡിറ്റിങ്ങും കൂടെ നമ്മുടെ കോപ്പറേറ്റീവ് സംഘങ്ങളിൽ ഉണ്ട്. മറ്റുള്ള കമ്പനീസിലൊക്കെ ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഭരണപരമായിട്ടെന്ന് വെച്ചാൽ കൂടുതലും ഈ ബോർഡ് അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും ഒക്കെയാണ് ഇതിൽ. മിക്ക കേസുകളെടുത്താലും ഇപ്പം റീസെൻ്റായിട്ട് വന്ന ന്യൂസിലൊക്കെ മിക്ക കേസുകളെടുത്താലും സെക്രട്ടറി മോട്ടിച്ചു, അല്ലെങ്കിൽ എന്താണ് മറ്റ് ബോർഡ് മെമ്പർ അംഗം എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയി കാണുന്നില്ല, ഇതൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ എവരുടെ കാര്യം കറക്റ്റ് ടൈം ടു ടൈം എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫ്രോഡോ ഇറേഴ്സോ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനെ ഡിഫൈൻ ചെയ്ത്, പക്ഷേ ഇത് എവിടെയും ഡിഫൈൻ ചെയ്തില്ല, ഒന്നും കൊണ്ടുവന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് സെൻസിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഇവരിത് കൊണ്ടുവന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2AD, അഡ്മിനിസ്ട്രേറ്റീവിടെ AD എടുത്താണ് പല ഡെഫിനിഷനും ഈ ഒരു ടേമിൻ്റെ ആദ്യത്തെ ലെറ്ററോ 2 ലെറ്ററോ ഒക്കെ എടുത്തായിരിക്കും അവർ ഡിഫൈൻ ചെയ്യുന്നത്. അത് നിങ്ങൾ ഒട്ടുമിക്ക എല്ലാം അങ്ങനെ തന്നെ, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? means a close assessment of all affairs of the society. നമ്മുടെ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യുക? അസസ് ചെയ്യുക. വളരെ ക്ലിയറായിട്ടും വളരെ ക്ലോസ് ആയിട്ടും നോക്കുക. ഇൻക്ലൂഡിങ് കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ ഭരണഘടന, പിന്നെ മാനേജ്മെൻറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എന്താണ് മാനേജ്മെൻറ്റും സ്ഥാപനവും ഒക്കെ നന്നായിട്ട് നോക്കുക. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ്, എന്ത് ചെയ്യുക? ബുക്സും അക്കൗണ്ട്സും അതർ റെക്കോർഡ്സും കറക്റ്റായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് നോക്കുക. ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ് ഓഫ് ദ സൊസൈറ്റി, പിന്നെ എന്ത് ചെയ്യുക? ആ സൊസൈറ്റിയുടെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെ പോകുന്നു എന്ന് നോക്കുക. ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ആക്ടിവിറ്റീസ് വെയർ യൂസ്ഫുൾ in promoting the economic welfare of the members in accordance with the cooperative principles. പിന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് അനുസരിച്ചിട്ടാണോ ഇത് പ്രവർത്തിക്കുന്നത്? പിന്നെ നമുക്കറിയാം നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക ക്ഷേമം, മെമ്പേഴ്സിൻ്റെ സാമ്പത്തിക ക്ഷേമം അല്ലെങ്കിൽ ഇക്കണോമിക് വെൽഫെയർ ഉയർത്തുക എന്നുള്ളതാണ്. ഇത് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഓഡിറ്റിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന്? നമ്മുടെ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക, വളരെ ക്ലോസ് അസസ് ചെയ്യുക, പരിശോധിക്കുക. പിന്നീട് ബുക്സും അക്കൗണ്ട്സും ഒക്കെ കറക്റ്റാണോ എന്നുള്ളത് പരിശോധിക്കുക. ഇൻറ്റേർണൽ സിസ്റ്റംസ് നോക്കുക, സൊസൈറ്റിയുടെ ഇൻറ്റേർണൽ സിസ്റ്റം നോക്കുക, അവരുടെ മാനേജ്മെൻറ്റും എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ നോക്കുക. പിന്നെ കറക്റ്റായിട്ടും ഈ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ഇത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്കിത് എവിടെയും പറയുന്നില്ലെങ്കിലും നമുക്ക് ഇന്ന കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ പറയുന്നതെന്ന് അറിയാം. അതിനോടൊപ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് കംപ്ലയിൻസ് ഓഡിറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ എന്തൊക്കെ വരും? കംപ്ലയിൻസ് ഓഡിറ്റ് വരും, പെർഫോമൻസ് ഓഡിറ്റ് വരും, ആസ് വെൽ ആസ് IT ഓഡിറ്റ്. ഓക്കെ, ഇതെല്ലാമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, കംപ്ലയിൻസ് ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, IT ഓഡിറ്റ്. ഓക്കെ, ഇതിപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പുതുതായിട്ട് വന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എടുത്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾ ഒരു സെൻറ്റൻസും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി കളയരുത്. അപ്പോൾ അതാണെന്ത്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഇനി അതിനുശേഷം ആഫ്റ്റർ ക്ലോസ് DAക്ക് ശേഷം ദ ഫോളോയിങ് ക്ലോസസ് ഷാൾ ബി ഇൻസേർട്ടഡ്.
അപ്പോൾ ഡി എ നമുക്കറിയാം എന്താണ്, ചീഫ് എക്സിക്യൂട്ടീവ്. എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, ചീഫ് എക്സിക്യൂട്ടീവ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? സെക്രട്ടറിയാണ്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഡി എക്ക് ശേഷം പുതിയതായിട്ടൊരു എന്താണ് ഡെഫിനിഷൻ ഇൻസേർട്ട് ചെയ്തു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. DB എന്താണ്? സെക്ഷൻ 2 DB. അപ്പോൾ നേരത്തെ AD പറഞ്ഞതുപോലെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പറഞ്ഞതുപോലെ തന്നെ പുതുതായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇവർ ഇൻസേർട്ട് ചെയ്തതാണ്. അതേതാണ്? സെക്ഷൻ 2 DB. എന്താണത്? കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ആ പേര് തന്നെ ഉണ്ട്. എന്താണ്? ഒരു പാക്സ് മീൻസ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഒരു കോമൺ സോഫ്റ്റ്വെയർ വേണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് കൊണ്ടുവന്നുള്ളൊരു മാറ്റമാണ്. അപ്പോൾ പാക്സിന് ഒരു കോമൺ സോഫ്റ്റ്വെയർ വേണം. എന്താണത്? മീൻസ് ആൻ എഫക്റ്റീവ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ദറ്റ് കവേഴ്സ് ദ കംപ്ലീറ്റ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ത്രൂ എ സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ. എന്താണ്? ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ദൈനംദിന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മുഴുവൻ ദൈനംദിന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രീകൃത രൂപകൽപ്പനയിലൂടെയുള്ള ഫലപ്രദമായ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ കോമൺ സൊല്യൂഷൻ കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരിക, അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം ഇതിൽ എൻട്രി ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് കൂടുതലും മാനുവലാണ്, അതൊന്നും അല്ലാതെ എല്ലാം ഈ കോമൺ സോഫ്റ്റ്വെയറിലൂടെ കൊണ്ടുവരണം. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യണം. അതാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 2 DB എന്ന് പറയുന്നത്. അപ്പോൾ 2 DB എന്താണ്? പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. പാക്സുകൾക്ക് ഒരു കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരിക, അതിനകത്ത് എന്ത് ചെയ്യുക? അവരുടെ കംപ്ലീറ്റ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഒക്കെ അതിനകത്ത് എൻ്റർ ചെയ്യുക. അതുവഴി നമുക്ക് കൂടുതലും നല്ല രീതിയിൽ അത് റൺ ചെയ്യാൻ പറ്റും. അതാണെന്ത്? സെക്ഷൻ 2 DB. അടുത്തത് സെക്ഷൻ 2 DC. നിങ്ങൾ ഈ PDF തന്നെ നോക്കുക, അതനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് അത് യൂസ്ഫുൾ ആകും. അപ്പോൾ സെക്ഷൻ 2 DA ചീഫ് എക്സിക്യൂട്ടീവിന് ശേഷം സെക്ഷൻ 2 DB കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് വന്നു. പിന്നെ അതിന് ശേഷം ഒന്നും കൂടി അവർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, സെക്ഷൻ 2 DC. എന്താണത്? കൺസോർഷ്യം. എന്താണ് കൺസോർഷ്യം? മീൻസ് എ ഫോർമൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത് നമ്മുടെ ഒരു സഹകരണ സംഘങ്ങളുടെ ഒരു ഫോർമൽ അസോസിയേഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഔപചാരിക കൂട്ടായ്മയാണ്. എന്തിനാണിത് വരുന്നത്? ഫോംഡ് ബേസ്ഡ് ഓൺ എ കോമൺ ഒബ്ജക്റ്റീവ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ എൻറ്റിറ്റി. ഒരു പുതിയതായിട്ടുള്ളൊരു സ്ഥാപനം ഉണ്ടാക്കുക. ആ സ്ഥാപനം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഫോർ റേസിംഗ് ഫണ്ട്സ് ഫോർ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പബ്ലിക് പർപ്പസ് വിത്ത് ദ അപ്രൂവൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഫണ്ട് റേസ് ചെയ്യുക, ഫണ്ട് എന്ത് ചെയ്യുക? ലഭ്യമാക്കുക, ഫണ്ട് അല്ലെങ്കിൽ സ്വരൂപിക്കുക. ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തിനാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നത്? പൊതു ആവശ്യങ്ങൾക്കായിട്ട് ധനസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഔപചാരിക കൂട്ടായ്മയാണ് എന്ത്? നമ്മുടെ ഈ കൺസോർഷ്യം എന്ന് പറയുന്നത്. ഇത് തുടങ്ങണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? കൺസോർഷ്യം തുടങ്ങണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അത് അണ്ടർലൈൻ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 2 DC ഒരു കൺസോർഷ്യം തുടങ്ങണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? വിത്ത് ദ അപ്രൂവൽ ഓഫ് ഡാഷ് എന്നായിരിക്കും ചോദിക്കുന്നത്. ആരുടെ അപ്രൂവൽ വേണം? സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ വേണം. ഈ കൺസോർഷ്യം എന്ന് പറയുന്നത് ഒരു ഔപചാരിക കൂട്ടായ്മയാണ്. ഇത് തുടങ്ങുന്നത് എന്തായാലും അതിനൊരു ലക്ഷ്യം കാണുമല്ലോ. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം ഉണ്ടാക്കുക, അതിലെന്ത് ചെയ്യുക? ഫണ്ട് റേസ് ചെയ്യുക, ഫണ്ട് സ്വരൂപിക്കുക. എന്തിനാണ് ആ ഫണ്ട്? നമ്മളെ കോമൺ പബ്ലിക് ആവശ്യത്തിന് വേണ്ടിയിട്ട്, കോമൺ അല്ലെങ്കിൽ പബ്ലിക് പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുക. ഈ ഫണ്ടിൽ നിന്നെടുത്ത് ധനസഹായം നൽകുക എന്നുള്ളതാണ് കൺസോർഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 2 DC. ഇത് ആരുടെ അപ്രൂവൽ വേണം? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഇനി അടുത്തത് നോക്കൂ. നിലവിലുള്ള ഒരു ഡെഫിനിഷനിൽ ചെറുതായിട്ട് വന്നൊരു മാറ്റമാണ്. ഫോർക്ലോസ് IB. എന്താണ് IB എന്ന് പറയുന്നത്? ഫെഡറൽ സൊസൈറ്റിയാണ്. ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. താഴെ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റി ചേർത്തു. എന്താണത് കൂട്ടിച്ചേർത്തത്?
സെക്ഷൻ 2IB ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സൊസൈറ്റിയാണ്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹാവിങ് മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ്, ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളെയാണ് നമ്മൾ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഒക്കെ ഇതിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും. അതും നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഇതിൻ്റെ മെമ്പേഴ്സാണ്. പക്ഷേ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഒരിക്കലും ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 25% കൂടാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി ഷോൾ നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. എന്താ പറയുന്നത്? ടോട്ടൽ മെമ്പർഷിപ്പ് ആസ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 25% വ്യക്തി ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തർ വന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഒരു വ്യക്തികൾ എന്താവാൻ പാടില്ല? ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് 25% കൂടാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് നിലവിലുണ്ടായിരുന്നത് തന്നെയാണ്. എന്താണ് നിലവിലുണ്ടായിരുന്നത്? സെക്ഷൻ 2IB ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതിൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് മെമ്പേഴ്സാണ്, ഇൻഡിവിജ്വൽ മെമ്പേഴ്സാണ്, മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മെമ്പേഴ്സാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 25% കൂടാൻ പാടില്ല. ആ 25% ഓർത്ത് വെക്കണം. അത് ചോദിക്കും. ഇൻ കേസ് ഓഫ് ഫെഡറൽ സൊസൈറ്റി ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി ഷോൾ നോട്ട് എക്സീഡ് % ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 25% ആണ്. പക്ഷേ ഇവിടെ താഴെ പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതാണ് ഇപ്പം നിലവിൽ വന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ദ കണ്ടീഷൻ റിഗാർഡിംഗ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഷോൾ നോട്ട് ബി ആപ്ലിക്കബിൾ ടു സൊസൈറ്റീസ് വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023. അതായത് 2023 KCS അമെൻമെൻറ്റ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സൊസൈറ്റികൾക്ക് ഇത് ബാധകമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഷോൾ നോട്ട് ബി ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായല്ലോ? എന്താണ്? KCS ആക്ട് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പുള്ള സൊസൈറ്റികൾക്ക് ബാധകമല്ല. വരുന്നതിന് മുമ്പാണ്, കഴിഞ്ഞല്ല, മുമ്പുള്ള സൊസൈറ്റികൾക്ക് ഇതെന്തല്ല? ബാധകമല്ല എന്നാണ് പറയുന്നത് സെക്ഷൻ 2IBയിൽ. ഇനി അടുത്തത് ഫോർ ക്ലോസ് OAA ദ ഫോളോയിങ് ക്ലോസ് ഷോൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. നിലവിലുണ്ടായിരുന്ന തന്നെയാണ്, കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അതായത് കുറച്ച് ഭേദഗതി വരുത്തിയെന്നേ ഉള്ളൂ. 2OAA എന്താണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് പാക്സ് ആണ്. നമുക്കറിയാം പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയെക്കുറിച്ച് വേറൊരു ഡെഫിനേഷൻ പറഞ്ഞായിരുന്നു. ഏതാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി? എന്ത് വേണം? ഒരു കോമൺ സോഫ്റ്റ്വെയർ അവർക്ക് വേണം. അവരുടെ ഡേ ടു ഡേ ഫങ്ഷൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമൺ സോഫ്റ്റ്വെയർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 2DBയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് രണ്ടുകൂടെ തിരിഞ്ഞു പോകരുത്. കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 2DB ആണ്. എന്നാൽ വെറും പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2OAA ആണ്. നമുക്കറിയാം ഒരു പാക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മീൻസ് എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരും, ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വരും, ഒരു ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വരും, അല്ലെങ്കിൽ റൂറൽ ബാങ്ക് വരും. ഈ പറയുന്നതിനെല്ലാം ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഓർ എ റൂറൽ ബാങ്ക്. ഇതിനെയൊക്കെയാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്തായിരിക്കും? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉള്ളടക്കി. ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി. വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി. ഇതുവരെ നമുക്കറിയാം. അത് കഴിഞ്ഞ് വന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത്. കുറച്ചും കൂടി പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യങ്ങൾ പറഞ്ഞു. എന്താ ലക്ഷ്യങ്ങൾ?
ആൻഡ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓർ പ്രിൻസിപ്പൽ ബിസിനസ്, പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബിസിനസ്, പ്രധാന ബിസിനസ് എന്താണ്? ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ഓർ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. എന്താണ്? ഒന്നെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കാർഷിക അനുബന്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ധനസഹായം മെമ്പേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ബിസിനസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് അല്ലേ. അപ്പോൾ എന്താണ്? പ്രാഥമിക കാർഷിക വായ്പാ സംഘമാണ്. അപ്പോൾ അവർ കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനോ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ലോൺസ് ആൻഡ് അഡ്വാൻസ് ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഷാൾ ബി ഫിക്സഡ് ബൈ ദ ഡാഷ്. ചോദിക്കും, എന്താ ഈ കൊടുക്കുന്ന ലോണുകളുടെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനോ ആരാണ് ഫിക്സ് ചെയ്യുന്നത്? ഇത് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഓർത്ത് വെക്കുക, ഏതാണ്? രജിസ്ട്രാറാണ്. ഇവിടെയും ഒരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ദ റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഷോൾ നോട്ട് അപ്ലൈ ടു സൊസൈറ്റീസ് ഓർ ബാങ്കിങ് വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് ഓൺ 1st January 2000. 1st January 2000 ജനുവരി 1, 2000 നിലവിലുണ്ടായിരുന്ന സൊസൈറ്റികൾക്കോ ബാങ്കുകൾക്കോ ഈ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്ട്രിക്ഷൻ എന്തല്ല? ബാധകമല്ല. പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്ട്രിക്ഷൻ എന്തല്ല? ബാധകമല്ല. ഓർത്ത് വെക്കണേ. ജനുവരി 1, 2000 നിലവിലുണ്ടായിരുന്ന സൊസൈറ്റികൾക്കോ ബാങ്കുകൾക്കോ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ ഓഫ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻ എന്തല്ല? ബാധകമല്ല എന്നാണ് സെക്ഷൻ 2OAയിൽ പറയുന്ന അമെൻമെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 2OB. ഫോർ ക്ലോസ് OB ദ ഫോളോയിങ് ക്ലാസ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. OB നമുക്കറിയാം, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. നേരത്തെ പറഞ്ഞത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. എന്നാൽ ഇപ്പോൾ അഗ്രികൾച്ചർ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. പാക്സ് അല്ലാത്ത മറ്റു കോപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെയും ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓർ പ്രിൻസിപ്പൽ ബിസിനസ് എന്ന് പറയുന്നത് ഓഫ് വിച്ച് ഈസ് ടു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. എന്താണ്? മെമ്പേഴ്സിൻ്റെ നിന്ന് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത്. എന്തിനാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബൈലോസ് ഓഫ് വിച്ച് ഡു നോട്ട് പെർമിറ്റ് അഡ്മിഷൻ ഓഫ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ഇറ്റ്സ് മെമ്പർ. അതായത് ഇവിടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് മറ്റ് മെമ്പേഴ്സിന് എന്ത് കൊടുക്കുക? ലെൻഡ് ചെയ്യുക. അതായത് മറ്റ് മെമ്പേഴ്സിന് ലോണുകൾ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ബൈലോ പ്രകാരം മറ്റു കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഇവരെന്ത് ചെയ്തില്ല? അഡ്മിറ്റ് ചെയ്യില്ല. എന്ത് ചെയ്യില്ല? അംഗങ്ങളാകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളെ കുറിച്ച് പറയുന്നത്. അപ്പം ഇത് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് എന്താണ് അവർ കുറച്ചും കൂടി അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടി ബലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റേസ് ഫണ്ട് ആൻഡ് ലെൻഡ് ടു മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ നിന്ന് ഡെപ്പോസിറ്റ് സാധാരണ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക? മെമ്പേഴ്സിൻ്റെ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, പിന്നെ മറ്റ് മെമ്പേഴ്സിന് എന്ത് ചെയ്യുക? ലെൻഡ് ചെയ്യുക, ലോൺ കൊടുക്കുക. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. നേരത്തെ പറഞ്ഞ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാന ബിസിനസ്. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രധാന ബിസിനസ് എന്താണ്? ടു റേസ് ഫണ്ട് ആൻഡ് ലെൻഡ് ടു മെമ്പേഴ്സ്. ഇവിടെ മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ അംഗങ്ങളാക്കില്ല എന്നുള്ളതാണ് പറയുന്നത് സെക്ഷൻ 2OBയിൽ. ഓക്കെ, ഇനി സെക്ഷൻ 2ODA എന്താ പറയുന്നത്? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ്? പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടെയും ഫോർ ക്ലോസ് OD ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയാണ്. ഹാവിങ് ജുറിഡിക്ഷൻ, ഇതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എന്താണ്? ഓവർ എനി സ്പെസിഫൈഡ് ഏരിയ ഇൻ വൺ ഡിസ്ട്രിക്ട്, വൺ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഓർ മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ്. എന്താണ്? ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ
ഡിസ്ട്രിക്റ്റിലോ ആയിരിക്കും ഇതിൻ്റെ ജൂറിഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റിലോ. ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആകാം, സൊസൈറ്റീസ് ആകാം, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഇതിനെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ മെമ്പേഴ്സ് ആകാമെന്നാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 2ODയിൽ പറയുന്നത്. ഓക്കെ, ഇത് വ്യക്തമായിട്ട് പഠിക്കുക. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കതെല്ലാം അറിയാമല്ലോ, കുഴപ്പമില്ല. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പാക്സും ക്രെഡിറ്റ് സൊസൈറ്റിയും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇനി സെക്ഷൻ 2P ഇൻ ക്ലോസ് പി. അപ്പോൾ നിങ്ങൾ ഇൻ ക്ലോസ് പിയുടെ ലെഫ്റ്റ് സൈഡിൽ സെക്ഷൻ 2 എന്ന് എഴുതി വെക്കുക. അപ്പോൾ ഒരുമിച്ചങ്ങ് വായിക്കുക. സെക്ഷൻ 2P ഫോർ ദ വേർഡ്സ് എനി പേഴ്സൺ, ദ വേർഡ്സ് എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. എന്താ പി പറയുന്നത്? സെക്ഷൻ 2P എന്താണ്? രജിസ്ട്രാറിനെയാണ് പറയുന്നത്. നമ്മുടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, രജിസ്ട്രാറാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാം, ഇല്ലേ? അപ്പോൾ നമ്മുടെ സെക്ഷൻ 2P, അപ്പോൾ രജിസ്ട്രാർ ഉറപ്പായിട്ട് പഠിക്കണം, ഒരു മെയിൻ ആളല്ലേ. അപ്പോൾ 2P നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഏത് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൻ 2DA. ഇവിടെ രജിസ്ട്രാർ ആണെങ്കിൽ സെക്ഷൻ 2P. ഈ PL പറയുന്ന എന്താണ്? രജിസ്ട്രാർ. ഇവിടെ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രാറിൻ്റെ ഡെഫിനിഷനിൽ പറയുന്ന ഏതൊരാളെയും എനി പേഴ്സൺ എന്നാണ്. ഏതൊരാളെയും നമുക്ക് രജിസ്ട്രാറായിട്ട്, അതിൻ്റെ ക്വാളിഫിക്കേഷനുള്ള ഏതൊരാളെയും രജിസ്ട്രാറായിട്ട് എടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇവിടെ ഒരു മാറ്റം വന്നത് എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് ഏതെങ്കിലും ഓഫീസറിനെ, എനി അതർ ഓഫീസർ, അത് നിങ്ങൾ റൗണ്ട് ചെയ്ത് പഠിക്കുക. എനി അതർ ഓഫീസർ, എനി പേഴ്സൺ എന്നുള്ളത് മാറ്റിയിട്ട് എനി അതർ ഓഫീസർ എന്നാക്കി. എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ രജിസ്ട്രാറായിട്ട് എടുക്കാം, അല്ലെ രജിസ്ട്രാർ, അതിനെയാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ സെക്ഷൻ 2Pയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആഫ്റ്റർ ക്ലോസ് QB ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി ഇൻസേർട്ടഡ്. അപ്പോൾ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ പഠിച്ച സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഡെഫിനിഷനിൽ ചെറിയ മാറ്റങ്ങൾ അവർ ഒന്നും കൂടി ഊന്നൽ നൽകി പറഞ്ഞത്. എന്നാൽ ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് ക്ലോസിന് ശേഷമാണ്? ഏത് സെക്ഷന് ശേഷമാണ്? സെക്ഷൻ 2QB എന്തായിരുന്നു? QB ഷെഡ്യൂൾഡ് ട്രൈബ്, QA ഷെഡ്യൂൾഡ് കാസ്റ്റും, പട്ടികജാതി പട്ടികവർഗം. QB പട്ടികവർഗം, ഷെഡ്യൂൾഡ് ട്രൈബ്. ഈ ഷെഡ്യൂൾഡ് ട്രൈബിന് ശേഷം QBA വന്നിട്ടുണ്ട്. എന്ത് വന്നിട്ടുണ്ട്? QBA. സെക്ഷൻ 2QBA എന്താണത്? സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പുതിയതായിട്ട് വന്നൊരു സൊസൈറ്റിയാണ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. മീൻസ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതൊരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഫോംഡ് ഫോർ ദ വെൽഫെയർ ഓഫ്, ഇത് നിലവിൽ വന്നത് ആരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്? വെൽഫെയർ ഓഫ് സോഷ്യൽ ക്ലാസസ്. ആരൊക്കെയാണ് സോഷ്യൽ ക്ലാസസ് എന്ന് പറഞ്ഞാൽ? ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, മറ്റ് എന്താണ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളതും മറ്റ് സാധാരണ അല്ലാത്ത ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, പിന്നെ ഏജ്ഡ് പേഴ്സൺ, വയസ്സായവർ, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മെൻ്റലി ചാലഞ്ച്ഡ് പേഴ്സൺസ്, മാനസികമായിട്ട് വൈകല്യങ്ങളുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ത്? സെക്ഷൻ 2QBA ആയ സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഇത് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. സെക്ഷൻ 2QB ഷെഡ്യൂൾഡ് ട്രൈബിന് ശേഷം ഇൻസേർട്ട് ചെയ്ത ഒരു സെക്ഷനാണ് ഇത്? സെക്ഷൻ 2QBA സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. സോഷ്യൽ ക്ലാസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സൊസൈറ്റിയാണ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി. ആ പേരിൽ തന്നെ ഉണ്ട്, സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, സോഷ്യൽ വെൽഫെയറിന് വേണ്ടി. ആരൊക്കെയാണ് സോഷ്യൽ ക്ലാസ്സുകൾ? ആരൊക്കെയാണ്? ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, ഏജ്ഡ് പേഴ്സൺ, ട്രാൻസ്ജെൻഡേഴ്സ്, ഡിപ്രസ്ഡ് പേഴ്സൺസ് ഓർ മെൻ്റലി ചാലഞ്ച്ഡ് പേഴ്സൺസ്. ഇനി അടുത്തത് സെക്ഷൻ 2 ഇൻ ക്ലോസ് RA നിലവിലുള്ളതാണ്. RA എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. നമ്മുടെ കേസ് കാർഡാണ്, SCARDB. ഈ കേസ് കാർഡിന് ഈ അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം അതിന് മുമ്പ് കേരളയും കൂടി ആഡ് ചെയ്തു. പക്ഷെ നമ്മൾ ഓൾറെഡി കേരള എന്നായിരുന്നു പറയുന്നത് അല്ലേ? പക്ഷേ കേരള ഇപ്പോൾ ആഡ് ചെയ്തതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ
റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് കേസ് കാർഡ്. അവിടെ എന്താണ് ഇൻസേർട്ട് ചെയ്തത്? നിലവിലുണ്ടായിരുന്നത് തന്നെയാണ് കേരള എന്നുള്ളത്. നമ്മൾ നിലവിൽ പഠിച്ചുകൊണ്ടിരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അവരവിടെ എന്തുകൂടെ ചേർത്തു? കേരളയും കൂടെ ചേർത്തു. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷൻ ഡെഫിനിഷനിൽ വന്ന ലാസ്റ്റ് ഭേദഗതിയാണ് സെക്ഷൻ 2. ആഫ്റ്റർ ക്ലോസ് യു ദ ഫോളോയിങ് ക്ലാസ് ഷാൾ ബി ആഡഡ്. ഓക്കെ, യുവിന് ശേഷം ലാസ്റ്റ് വന്ന സെക്ഷൻ ഡെഫിനിഷനാണെന്ത്? സെക്ഷൻ 2U എന്ന് പറയുന്നത്. അതിന് ശേഷം ഒന്നുകൂടെ അവർ ആഡ് ചെയ്ത് 2U എന്തായിരുന്നു? ഇയർ, വർഷമായിരുന്നു. കോപ്പറേറ്റീവ് വർഷം എന്തായിരുന്നു? അത് 1st April ഓഫ് എനി ഇയർ ടു 31st March ഓഫ് സക്സീഡിങ് ഇയർ. നമ്മൾ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് പോലെ തന്നെ സഹകരണ വർഷം എന്ന് പറയുന്നത് ഈ വർഷത്തെ 1st April മുതൽ അടുത്ത വർഷത്തെ 31st March വരെയാണ് എന്ത് പറയുന്നത്? ഒരു വർഷം, സഹകരണ വർഷം എന്ന് പറയുന്നത്. ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വർഷം അതാണ്. അപ്പോൾ സെക്ഷൻ 2U അത് പറയുന്നത്. 2U വരെ ഉള്ളായിരുന്നു നമ്മുടെ ഡെഫിനിഷന്. പക്ഷേ ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഡെഫിനിഷനായിട്ട് ഒന്നും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം വന്നെയാണ് സെക്ഷൻ 2V എന്ന് പറയുന്നത്. വി എന്താണ്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ശ്രദ്ധിക്കണം, വി ആണ്, വൈ അല്ല. ഓക്കെ, വി ആണ്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതും നമ്മുടെ JCAക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ടു പ്രൊമോട്ട് ഓണ്ടർപ്രണർഷിപ്പ്, ന്യൂ ടെക്നോളജി, ഇന്നോവേഷൻസ് ആൻഡ് സ്റ്റാർട്ടപ്സ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ടു ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ആൻഡ് വെൽഫെയർ ഓഫ് യൂത്ത് ആൻഡ് ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ വിത്തിൻ 1 district. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ജില്ലയ്ക്കകത്തായിരിക്കും, വിത്തിൻ 1 district ആണ്. ഇത് പേര് പോലെ തന്നെ എന്താണ്? യുവജന സഹകരണ സംഘങ്ങളാണ്. യുവജന ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവർക്ക് തൊഴിലവസരം കൊടുക്കുക, അവർക്ക് വരുമാനം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പുതിയ സംരംഭകത്വം കൊണ്ടുവരിക, പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരിക, നൂതനമായിട്ടുള്ള ഐഡിയകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. മറന്നു പോകരുത്, യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ സെക്ഷൻ 16 ഈ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രായപരിധി പറയുന്നുണ്ട്. അത് നമ്മൾ അന്ന് പഠിക്കാം. എന്താണ്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രായപരിധി ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 years. 45 വയസ്സ് 45 വയസ്സ് കൂടാൻ പാടില്ല. അവരെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഈ 45 വയസ്സാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പ്രായപരിധി 45, ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 years. 45 years തികയാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ 2 ഡെഫിനിഷൻസിൻ്റെ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളാണ്. എന്തൊക്കെയാണ്? സെക്ഷൻ 2AB പെട്ടെന്നൊന്ന് പറയാം. സെക്ഷൻ 2 ഡെഫിനിഷനാണ്. സെക്ഷൻ 2ABയിൽ എന്ത് വന്നു? 2AB നിലവിലുണ്ടായിരുന്നതാണ്. അതിനോടൊപ്പം തന്നെ വെരിഫിക്കേഷൻ, സോഫ്റ്റ്വെയർ സൊല്യൂഷനിലൂടെ അക്കൗണ്ട്സ് വെരിഫിക്കേഷൻ ചെയ്യണമെന്നും ഓഡിറ്റ് ചെയ്യണമെന്നും ഒക്കെ പറയുന്നു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തത് സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്. പിന്നെ അതിനുശേഷം DAക്ക് ശേഷം DB പുതിയതായിട്ട് കൊണ്ടുവന്നു. പാക്സിനൊരു കോമൺ സോഫ്റ്റ്വെയർ വേണം എന്ന് പറഞ്ഞ് പുതിയതായിട്ട് കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം കൊണ്ടുവന്നതാണ് കൺസോർഷ്യം. സെക്ഷൻ 2DC കൺസോർഷ്യം. D വരുന്നുണ്ട് കൺസോർഷ്യത്തിൻ്റെ C. പിന്നെ അതിനുശേഷം സെക്ഷൻ 2B നിലവിലുണ്ടായിരുന്നത് തന്നെയാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനകത്ത് കുറച്ച് മാറ്റം വന്നു. പിന്നെ സെക്ഷൻ 2OAA ഇതൊക്കെ നിലവിലുണ്ടായിരുന്നത് തന്നെയാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. പിന്നെ സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു, നിലവിലുണ്ടായിരുന്നത് തന്നെയാണ്. പിന്നെ സെക്ഷൻ 2P രജിസ്ട്രാർ, അതിനും ഒരു മാറ്റം വന്നു. സെക്ഷൻ 2QBA അത് പുതുതായിട്ട് കൊണ്ടുവന്നതാണ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സോഷ്യൽ ക്ലാസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് വന്ന സൊസൈറ്റികൾ. പിന്നെ സെക്ഷൻ 2RA അതും നിലവിലുണ്ടായിരുന്നതാണ്, ചെറിയ ഭേദഗതി വന്നു. പിന്നെ സെക്ഷൻ 2V യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി അതും പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ സെക്ഷൻ 2 ഡെഫിനിഷൻസിൻ്റെ ഭേദഗതി ഫുള്ള് തീർന്നു. അപ്പം ഈ PDF ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ച് തന്നെ പോകുക. പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇത്തവണത്തെ
എക്സാംസിന് ഉറപ്പായിട്ടും അവർ ചറപറാന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും വേഗം തന്നെ ഈ അമെൻമെൻറ്റ്സ് 56ഓളം അമെൻമെൻറ്റ്സ് തീർക്കണം. അപ്പോൾ സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് അതങ്ങ് ഞാൻ തീർത്തു. ഇനി വരുമ്പം നമുക്ക് 2-3 സെക്ഷൻസൊക്കെ ഒരുമിച്ചെടുത്ത് തീർക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.